നമസ്കാരം. മലയാളി വാർത്ത ഇൻസൈഡിലേക്ക് സ്വാഗതം. അമേരിക്കയിലെ ബാൾട്ടിമോറിൽ കണ്ടെയ്നർ കപ്പലിടിച്ച് പാലം തകർന്ന കേസിൽ നിരവധി ജീവനുകൾ രക്ഷിക്കാൻ കാരണമായത് കപ്പലിലെ ഇന്ത്യക്കാരായ ജീവനക്കാരുടെ സംയോജിതമായ ഇടപെടൽ. സിംഗപ്പൂർ ആസ്ഥാനമായ കമ്പനിയായ സിനർജി മെറൈൻ ഗ്രൂപ്പിന്റെ നിയന്ത്രണത്തിലുള്ള സിംഗപ്പൂർ കമ്പനിയായ ഗ്രേസ് ഓഷ്യൻ PTEയുടെ ചരക്കു കപ്പലായ ഡാലിയാണ് അപകടത്തിൽപ്പെട്ടത്. മലയാളിയായ ക്യാപ്റ്റൻ രാജേഷ് ഉണ്ണിയുടേതാണ് സിനർജി കമ്പനി. അപകടം നടക്കുമ്പോൾ കപ്പലിൽ ഉണ്ടായിരുന്നതെല്ലാം ഇന്ത്യക്കാരായ ജീവനക്കാരായിരുന്നു. യാത്ര ആരംഭിച്ച ഉടനെ അവസാനിപ്പിക്കേണ്ടി വന്നിരിക്കുകയാണ് ഡാലി കപ്പലിന്റെ യാത്ര. 27 ദിവസത്തെ യാത്ര ആരംഭിച്ച അരമണിക്കൂർ തികയുന്നതിന് മുൻപായിരുന്നു അപകടം ഉണ്ടായത്. ഏപ്രിൽ 22-ന് ശ്രീലങ്കയിലെത്തുന്ന രീതിയിലായിരുന്നു യാത്ര തീരുമാനിച്ചിരുന്നത്. എങ്കിലും തുടക്കം തന്നെ പാളിപ്പോയി. പടാപ്സ്കോ നദിയുടെ മുകളിലൂടെയുള്ള പാലമാണ് തകർന്നത്. പാലത്തിലുണ്ടായിരുന്ന 20ഓളം പേരും നിരവധി വാഹനങ്ങളും നദിയിൽ വീണു. അപകടത്തിൽപ്പെട്ട 6 പേരെ ഇനിയും കണ്ടെത്താനുണ്ട് എന്നാണ് റിപ്പോർട്ട്. കാണാതായ 6 പേരും മരിച്ചതായാണ് നിഗമനം. മേരിലാൻഡ് സ്റ്റേറ്റ് പോലീസാണ് ഇത് സംബന്ധിച്ച് പ്രതികരണം നടത്തിയത്. പടാപ്സ്കോ നദിയുടെ മുകളിലൂടെയുള്ള പാലത്തിലാണ് സിംഗപ്പൂർ ആസ്ഥാനമായ കമ്പനിയായ സിനർജി മറൈൻ ഗ്രൂപ്പിന്റെ ചരക്കുകപ്പൽ ഡാലി ഇടിച്ചു കയറിയത്. US-ൽ നിന്ന് ശ്രീലങ്കയിലേക്കായിരുന്നു കപ്പലിന്റെ യാത്ര. അപകടത്തിൽ നിരവധി വാഹനങ്ങളും പാലത്തിലുണ്ടായിരുന്ന 20ഓളം പേരും നിരവധി വാഹനങ്ങളും നദിയിൽ വീണിട്ടുണ്ട് എന്നാണ് ബാൾട്ടിമോർ ഫയർ ഡിപ്പാർട്ട്മെന്റ് വക്താവ് കെവിൻ കാർട്ട്റൈറ്റിനെ ഉദ്ധരിച്ചുകൊണ്ടുള്ള അന്താരാഷ്ട്ര മാധ്യമ റിപ്പോർട്ട് പുറത്തുവന്നിട്ടുള്ളത്. ഇതിനു പുറമെ 8 നിർമ്മാണ തൊഴിലാളികളും പടാപ്സ്കോ നദിയിലേക്ക് വീണിട്ടുണ്ട് എന്നാണ് വിലയിരുത്തൽ. തൊഴിലാളികളിൽ 2 പേരെ രക്ഷപ്പെടുത്തിയെങ്കിലും കാണാതായ മറ്റ് 6 പേർ മരിച്ചിരിക്കാം എന്നാണ് അധികൃതർ നൽകുന്ന പ്രതികരണം. അപകട സമയവും പുഴയുടെ ആഴവും ഏറെ പ്രധാനമാണെന്നും അപകടത്തിൽപ്പെട്ട നിർമ്മാണ തൊഴിലാളികളുടെ കമ്പനിയായ ബ്രൗണർ ബിൽഡേഴ്സിലെ സീനിയർ എക്സിക്യൂട്ടീവ് ജെഫ്രി പ്രിസ്കർ പറഞ്ഞു. ഇതേസമയം കപ്പൽ പാലത്തിൽ ഇടിക്കും മുമ്പ് ജീവനക്കാർ അടിയന്തര സന്ദേശമായ മെയ്ഡേ കോൾ ചെയ്തുവെന്നും അതിനാൽ പാലത്തിലൂടെയുള്ള ഗതാഗതം കുറയ്ക്കാൻ സാധിച്ചുവെന്നും മേരിലാൻഡ് ഗവർണർ പറഞ്ഞു. നിരവധി ജീവനുകളാണ് ഇവർ കഴിഞ്ഞ രാത്രി രക്ഷിച്ചത്. കപ്പലിലെ ജീവനക്കാർ ഇതോടെ ഹീറോകളായി മാറുകയായിരുന്നു. മണിക്കൂറിൽ 9 മൈൽ സ്പീഡിലായിരുന്ന കപ്പൽ പൊടുന്നനെ തിരിയുകയും പാലത്തിന്റെ തൂണിനടുത്തേക്ക് നീങ്ങുകയുമായിരുന്നു. എന്നാൽ അപകടം തിരിച്ചറിഞ്ഞ ഉടൻ കപ്പൽ ജീവനക്കാർ അടിയന്തര സന്ദേശമായ മെയ്ഡേ കോൾ നൽകി. ഇതാണ് അപകടത്തിന്റെ വ്യാപ്തി കുറച്ചത്. ഇതേസമയം അപകടത്തിൽ കാണാതായ 6 പേർക്ക് വേണ്ടിയുള്ള തെരച്ചിൽ അവസാനിപ്പിച്ചു. 6 പേരും മരണപ്പെട്ടിരിക്കാനാണ് സാധ്യതയെന്നാണ് കോസ്റ്റ് ഗാർഡ് അറിയിച്ചത്. കാണാതായവർക്ക് വേണ്ടി എല്ലാ സാധ്യതകളും ഉപയോഗിച്ച് തിരച്ചിൽ നടത്തിയെങ്കിലും നിരാശയായിരുന്നു ഫലമെന്ന് അദ്ദേഹം കൂട്ടിച്ചേർത്തു. US പ്രസിഡന്റ് ജോ ബൈഡൻ ഇന്ന് സംഭവസ്ഥലം സന്ദർശിക്കും. പ്രാദേശിക സമയം വൈകിട്ട് 7:30 തന്നെ ബാക്കിയുള്ള 6 പേരെ ജീവനോടെ കണ്ടെത്താൻ സാധിക്കില്ല എന്ന നിഗമനത്തിൽ കോസ്റ്റ് ഗാർഡ് എത്തിയിരുന്നു. പാലം തകരുമ്പോൾ 8 നിർമ്മാണ തൊഴിലാളികളാണ് പാലത്തിൽ ഉണ്ടായിരുന്നത്. ഇവരിൽ 2 പേരെ മാത്രമാണ് രക്ഷിക്കാൻ സാധിച്ചുള്ളൂ. ഒരാളെ ആശുപത്രിയിൽ എത്തിച്ചു. പ്രാഥമിക ചികിത്സകൾ നൽകി വിട്ടയക്കുകയും ചെയ്തു. യാത്ര തുടങ്ങി അരമണിക്കൂറിനുള്ളിലാണ് US-ലെ ബാൾട്ടിമോറിൽ ഫ്രാൻസിസ് സ്കോട്ട് കീ പാലത്തിലടിച്ച ചരക്കുകപ്പൽ അപകടത്തിൽപ്പെട്ടത്. പ്രാദേശിക സമയം ചൊവ്വാഴ്ച പുലർച്ചെ 1 മണിയോടെയാണ് ബാൾട്ടിമോറിലെ സീഗട്ട് മറൈൻ ടെർമിനലിൽ നിന്ന് കപ്പൽ പുറപ്പെട്ടത്. ഏകദേശം 1:30ഓടെ ഫ്രാൻസിസ് സ്കോട്ട് കീ പാലത്തിന്റെ തൂണിലേക്ക് കപ്പൽ ഇടിച്ചു കയറുകയായിരുന്നു. മേരിലാൻഡ് സംസ്ഥാനത്തെ ബാൾട്ടിമോർ നഗരത്തിൽ പടാപ്സ്കോ നദിക്ക് മുകളിൽ 1.6 മൈൽ ദൂരത്തിൽ 4 വരിയാണ് ഫ്രാൻസിസ് സ്കോട്ട് കീ പാലം. ഇടിയുടെ ആഘാതത്തിൽ പാലം പൂർണ്ണമായും തകർന്ന് നദിയിലേക്ക് വീണു. സിംഗപ്പൂർ കമ്പനിയായ ഗ്രേസ് ഓഷ്യൻ PTEയുടെ ഉടമസ്ഥതയിലുള്ള ചരക്കുകപ്പലായ ഡാലിയാണ് അപകടത്തിൽപ്പെട്ടത്. സിനർജി മറൈൻ ഗ്രൂപ്പിനാണ് കപ്പലിന്റെ മേൽനോട്ട ചുമതല. ലോകത്തെ മുൻനിര കപ്പൽ മാനേജർമാരിൽ ഒരാളാണ് സിനർജി മറൈൻ ഗ്രൂപ്പിന്റെ സ്ഥാപകനും CEO-യുമായ ക്യാപ്റ്റൻ രാജേഷ് ഉണ്ണി. അന്താരാഷ്ട്ര കപ്പൽ ഗതാഗത രംഗത്തെ മികച്ച നേതൃത്വത്തിനുള്ള അംഗീകാരമായി 2020-ൽ എറണാകുളം സ്വദേശിയായ രാജേഷ് ഉണ്ണി ലോയ്ഡ് ലിസ്റ്റ് മാഗസിൻ പുറത്തിറക്കിയ ഏറ്റവും സ്വാധീനമുള്ള 100 വ്യക്തികളുടെ പട്ടികയിൽ ഇടം നേടിയിരുന്നു. തിരുവനന്തപുരത്തെ സൈനിക സ്കൂളിൽ നിന്നാണ് രാജേഷ് ഉണ്ണി പ്രാഥമിക വിദ്യാഭ്യാസം പൂർത്തിയാക്കിയത്. മുംബൈയിലെ LBS കോളേജ് ഓഫ് അഡ്വാൻസ്ഡ് മാരിടൈം സ്റ്റഡീസ് ആൻഡ് റിസർച്ചിൽ നിന്നും മറൈനർ ബിരുദം പൂർത്തിയാക്കി. ഹോങ്കോങ് ആസ്ഥാനമായ യൂണിവാൻ ഷിപ്പ് മാനേജ്മെന്റ് കമ്പനിയിലൂടെ ജോലിയിൽ തുടക്കം കുറിച്ച രാജേഷ് 2006-ലാണ് സിനർജി ഗ്രൂപ്പ് സ്ഥാപിച്ച് കപ്പൽ വ്യവസായത്തിലേക്ക് ചുവടുവെക്കുന്നത്. ലോകത്തിലെ പ്രമുഖ തുറമുഖങ്ങളിൽ ഓഫീസുകളുള്ള 400ഓളം കപ്പലുകളുള്ള വമ്പൻ കമ്പനിയായി സിനർജി ഗ്രൂപ്പ് ഇന്ന് മാറിയിട്ടുണ്ട്. കപ്പലിന്റെ അനലോഗിൽ നിന്നും ഡിജിറ്റലിലേക്ക് മാറണം എന്ന ബോധ്യത്തിൽ 2017-ൽ അദ്ദേഹം BW, നിസൈൻ എന്നിവർക്കൊപ്പം ചേർന്ന് ആൽഫ ഓറി ടെക്നോളജീസും സ്ഥാപിച്ചിട്ടുണ്ട്. ശ്രീലങ്കയിലെ കൊളംബോയിലേക്കായിരുന്നു ഇവരുടെ യാത്ര. ഏപ്രിൽ 22-ന് അവിടെ എത്തേണ്ടതായിരുന്നു എന്ന് കപ്പൽ ട്രാക്കിംഗ് വെബ്സൈറ്റായ വെസൽ ഫൈൻഡർ റിപ്പോർട്ട് ചെയ്തു. 27 ദിവസം നീണ്ടു നിൽക്കേണ്ട യാത്രയാണ് പുറപ്പെട്ട അരമണിക്കൂറിനുള്ളിൽ വൻ ദുരന്തത്തിൽ അവസാനിച്ചത്. അപകട സമയം ഷിപ്പിംഗ് ഭീമന്മാരായ മസ്കിന്റെ ചരക്കുകളാണ് കപ്പലിൽ ഉണ്ടായിരുന്നത്. ഇക്കാര്യം കമ്പനി സ്ഥിരീകരിച്ചിട്ടുണ്ട്. അപകട സമയം 22 ജീവനക്കാർ കപ്പലിൽ ഉണ്ടായിരുന്നു. ഇവരെല്ലാം ഇന്ത്യക്കാരാണ്. ഇവർ സുരക്ഷിതരാണെന്നാണ് റിപ്പോർട്ട്.
സിനർജി മറൈൻ ഗ്രൂപ്പിന്റെ കമ്മ്യൂണിക്കേഷൻസ് വിഭാഗം പ്രസ് ഓഫീസർ പാറ്റ് ആദംസൺ ബ്രിട്ടീഷ് മാധ്യമമായ BBC-യോടെയാണ് ഇക്കാര്യം വ്യക്തമാക്കിയത്. ജീവനക്കാരിൽ ഒരാളുടെ തലയ്ക്ക് ചെറിയ പോറലുണ്ടായി എന്നതല്ലാതെ മറ്റു പരിക്കുകളൊന്നുമില്ല. കപ്പലിൽ 2 പൈലറ്റുമാരുണ്ടായിട്ടും ഇത്തരമൊരു അപകടമുണ്ടായത് അസാധാരണമാണെന്നും ആദംസൺ പറഞ്ഞു. അപകടത്തിൽപ്പെട്ട കപ്പലായ ഡാലി ഈ മാസം 19-നാണ് പനാമയിൽ നിന്ന് ബാൾട്ടിമോറിൽ തിരിച്ചെത്തിയത്. ഏകദേശം 1000 അടി നീളമുള്ള ഡാലി ദക്ഷിണ കൊറിയ ആസ്ഥാനമായുള്ള ഹ്യുണ്ടായ് ഹെവി ഇൻഡസ്ട്രീസ് 2015-ലാണ് നിർമ്മിച്ചത്. 2016-ൽ ആന്റ്വെർപ്പ് തുറമുഖത്ത് കപ്പൽ ഒരു മതിലിൽ ഇടിച്ചിരുന്നു. കപ്പലിന് ചെറിയ കേടുപാടുകൾ സംഭവിച്ചുവെങ്കിലും അന്ന് ആർക്കും പരിക്കുണ്ടായിരുന്നില്ല. മലയാളി വാർത്ത ഇൻസൈഡ്.